ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നല്ല സന്തോഷത്തിലാണ് ഞാൻ. എന്താ വെച്ചാൽ നമ്മുടെ മൗസ് വിത്ത് കീബോർഡ്. ചെറിയൊരു ലാഗ് ഉണ്ട്, ഇതിൻ്റെ സെൻസിറ്റീവ് എങ്ങനെ മാനേജ് ചെയ്യാന്നറിയില്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കല്ല എനിക്ക്. സൗണ്ട് കുറച്ച് കുറവുണ്ടല്ലോ. ഇപ്പോൾ ഓക്കെ കരം. കിട്ടില്ലടാ, ഞാനത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കളിച്ചത്. അപ്പോൾ അതിൻ്റെതായ നല്ല ഇതുണ്ട്, മിസ്സിങ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ വർക്ക് വെച്ചാൽ നമ്മളൊരു ക്യാരറ്റ് ഫാം സെറ്റാക്കണോ അതോ നെതർ സെറ്റാക്കണോ? ഞാൻ നെതർ സെറ്റാക്കാം. നമുക്ക് എൻഡർ ഡ്രാഗനെ കില്ല് ചെയ്യേണ്ട പരിപാടിക്ക് ഇന്ന് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെതറൊക്കെ ഒന്ന് പോയി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഒബ്സീഡിയൻ വേണം. ഒബ്സീഡിയൻ കിട്ടി. വേറെ ഒബ്സീഡിയൻ നമുക്ക് ഇനി പെട്ടിന്ന് തപ്പി നോക്കാം. അപ്പോൾ അങ്ങനെ ഒബ്സീഡിയൻ കിട്ടി. ഇനി കുറച്ച് ബ്ലോക്കും കൂടി എടുത്തോണ്ടാ. ഇതല്ല ഫസ്റ്റ് ടൈം കളിച്ചതുകൊണ്ട് നല്ല ഗതികേടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്തായാലും ഇത് മതി. ഇനി അടുത്ത പരിപാടി എന്തോ വെച്ചാൽ വർത്തമാനം പറയാനും കൂടി കിട്ടുന്നില്ല സന്തോഷത്തിൻ്റെ പുറത്ത്. അല്ല, സന്തോഷത്തിൻ്റെ പുറത്ത് തന്നെയാണ്. എന്നാലും ഫസ്റ്റ് നമുക്ക് ഇതുണ്ടാക്കാം. സ്ലാബ് കുറച്ചുണ്ടാക്കാം. ഇത് മതിയാവും. സ്ലാബ് എടുക്കൂ. സ്ലാബിന് നമുക്ക് നെതർ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയറക്ഷൻ തന്നെ എടുത്തിട്ട് മൗസുമ്മ അത് വർക്കാക്കാൻ പറ്റണില്ല. അത് മറ്റേ റൈറ്റ് ക്ലിക്ക് മൗസുമ്മ വർക്കാവില്ല. അത് എന്താന്ന് വെച്ചും അറിയില്ല. അപ്പം അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. കളിച്ചിന ഞാനല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോണ്ട്. അപ്പോൾ ഇവിടെ ഇതിവിടെ 3 ഒരു ബ്ലോക്ക്, 1 2 ഒരു ബ്ലോക്ക് ഇവിടെ വെക്കണം. ഇതിപ്പോൾ സെൻസിറ്റിവ് കുറച്ച് കുറക്കണോ കൂട്ടണോ ഒന്നും അറിയില്ല. ആദ്യമായിട്ട് കളിച്ചതുകൊണ്ട് നല്ല മിസ്റ്റേക്ക് പറ്റി. എന്താണ് ഇതിൽ റൈറ്റ് ക്ലിക്ക് വർക്കാവണില്ല. ഞാൻ നോക്കി എന്താവും. എന്താണെങ്കിലും നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത പരിപാടി നമുക്ക് പിക്കാക്സ് അല്ല, ഒരു തീപ്പെട്ടി വേണം. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഇതിൽ ഇല്ല, ഇതിലും കാണുന്നില്ല. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്വിച്ചുകൾ മാറുന്നുണ്ട്. ആദ്യമായിട്ട് കളിച്ചുകൊണ്ടാണത്. വേറെ ഇപ്പോൾ തീപ്പെട്ടി ഉണ്ടാക്കാം. ഫ്ലിൻറ്റ് വേണം. അപ്പം ഗ്രേവല് ഇവിടെ എവിടെയെങ്കിലും ഗ്രേവലായാലും മതി. ഗ്രേവലൊന്നും കാണാല്ല. ലാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് കത്തിച്ചെടുക്കായിരുന്നു. അതും ഇല്ല. ഗ്രേവൽ ഇതിൽ കാണുന്നില്ല. നെതറിൻ്റെ മറ്റേ സാധനം ഉണ്ടാവും, തിച്ചിൻ്റെ ബോള്. അതും ഇല്ല ഗായ്സ്, ഇല്ല. ലാവുണ്ട്. അത് കൊണ്ട് വലിയ കാര്യം ഉണ്ടാവുമോ? ലാവ് വെച്ച് പോർട്ടൽ കത്തിക്കാൻ അറിയില്ല. ഭാഗ്യമില്ലടാ, പോർട്ടൽ കത്തിക്കാൻ ഭാഗ്യമില്ല.
പിക്കാക്സ് എടുത്തേക്കാം ഇവിടെ വെച്ചേക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലാവ വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റും വെക്കാം. എടുത്തു ലാവ, ഒരു ബക്കറ്റ് ലാവയും കുറച്ച് മരവും വേണം. മരം നമ്മുടെ ഫാമൊക്കെ പോയേക്കാം. ഫാമൊക്കെ രാവിലെ തന്നെ ഞാൻ പൊളിച്ചു. ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടല്ലേ. സ്ക്രീൻ നീക്കാൻ നേരത്തെ ഒരു ചെറിയ ലാഗ് ഉണ്ട്, അതെന്താണെന്ന് അറിയില്ല. ഇത് സ്ക്രീൻ നീക്കാൻ നമുക്ക് ഗതികേടാണ്. കീബോർഡ് ഓൺലി തന്നെയാണ് നല്ലത്. മൗസ് കണക്ട് ആയതിനുള്ള സന്തോഷത്തിൽ കളിച്ചുമ്പോൾ തന്നെ ലാഗ് അടിച്ചിന്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ സെൻസിറ്റിവ് കുറച്ച് കൂട്ടി വെക്കട്ടെ. ഇനിയെങ്കിലും ഇതിൻ്റെ ഈ മൗസിൻ്റെ ഇതാണ്, ഗെയിമിങ് മൗസൊന്നും അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ സ്മൂത്തിന് കുറവുണ്ട്. നമുക്കൊരു 45 കിട്ടുവെക്കാം. 45 സെറ്റിങ്സ് അല്ല. ഇപ്പം കുഴപ്പമില്ല തോന്നണ്. എന്തായാലും നമുക്ക് ലാവ ഇവിടെ വെച്ചേക്കാം. ഇവിടെ ലാവ ഇവിടെ ഇങ്ങനെ ലാവ വെച്ചിട്ട് ലോഗ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വരണം. അതായത് ഇങ്ങനെ കാട്ടിയ സ്പ്രെഡ് ആകുമോ നോക്കാം. നമുക്ക് എന്തായാലും തീപ്പെട്ടിൻ്റെ ഒക്കെ വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. എൻ്റെ പെട്ടിയിൽ തീപ്പെട്ടി ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അതുമാണ് ഒരു ചോറ നമുക്ക് തീപ്പെട്ടി ഇതിൽ കിട്ടിയില്ല. അതാണ് വേറെ കത്തിച്ചാൻ എന്തെങ്കിലുമൊക്കെ കത്തിച്ചാൻ ഒരു സാധനമല്ല. ഇത് കത്തണമില്ല. ഫയർ സ്പ്രെഡോ അങ്ങനെ എന്തോ സാധനം ഉണ്ട്, ഓണാണോ നോക്കട്ടെ. സെറ്റിങ്സിൽ ഫ്രണ്ട്ലി ഫയർ കഥ ഓഫാക്കിയിടണോ? ഇതെന്താ സാധനം? ഇത് ഓഫാക്കിയിട്ട് എന്തൊക്കെയാണ് സംഭവിച്ച നോക്കട്ടെ. ഫ്രണ്ട്ലി ഫയർ ഓഫാക്കിയിട്ടിരുന്നു. ഇനി കത്തിപ്പിടിക്കുമോ നോക്കാം നമുക്ക്. കത്തിപ്പിടിച്ചു. നമ്മുടെ പോർട്ടൽ ഇവിടെ ഏറെക്കുറെ റെഡി ആവാനായിട്ടുണ്ട്. അവിടെ ഈ മൗസുമ്മ കളിച്ച് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നീങ്ങിയില്ല. ഞാൻ വിചാരിച്ച അത്ര എളുപ്പമല്ല അത്. ഒരു കാര്യം നമുക്ക് കുറച്ചും കൂടി വുഡ് എടുത്തോണ്ടരാം. ഇന്നെന്തായാലും നമ്മൾ പോർട്ടൽ നേരാക്കിയിട്ടേ ഒതുങ്ങുള്ളൂ. വേറെ കാര്യം അത് ഞാൻ തന്നെ വാക്കാണ്. ഞാൻ തന്നെ വാക്ക്. പോർട്ടൽ കത്തിച്ചാൽ വേണ്ടി ഇതവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോർട്ടൽ കത്തി വെക്കരം. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. കത്തിപ്പിടിച്ച് പോർട്ടൽ. അങ്ങനെ നമ്മുടെ പോർട്ടലിൻ്റെ പരിപാടി ഏറെക്കുറെ ഇന്ന് സെറ്റാക്കി. ഇന്നത്തെ എപ്പിസോഡ് നല്ല പ്രൊഡക്റ്റീവ്. ലാഗ് അടിച്ചു.
ആ ഈ ക്യാമറയ്ക്ക് മാറുമ്പോൾ ലാഗ് അടിച്ചു പോയി വേറെ കാര്യം. പിന്നെ എൻ്റെ സെൻസിറ്റി എന്താണെന്നാവും, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല സെൻസിറ്റി. സെൻസിറ്റി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വീഡിയോസ് ഇറക്കിയല്ലേ മതിയാവൂ. അതാണ് ലാഗ് അടിച്ചിട്ടുള്ളത്, കളിച്ചാനും ഗതികേടാണ്. നെതർക്ക് അങ്ങനെ തന്നെ പോകണ്ട, ഒരു എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാം. എന്ത് കൊണ്ടുപോകും? എന്തെങ്കിലുമൊക്കെ ആർമറോ പഴയ എന്തെങ്കിലും ആർമർ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. പഴയ ആർമർ, ടൂൾസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും. ഞാൻ ക്യാരറ്റ് ഫാം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പ്ലാൻ മാറ്റി പിടിച്ചു. അത് പോട്ടെ, പിന്നെ പ്ലേയിൽ ഉണ്ടാക്കാം. ഈ സീരീസ് നമുക്ക് എന്തായാലും പെട്ടെന്ന് നിർത്തണം. വല്ല ലെസ് പ്ലേ സീരീസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. ആർമർ ഇതവിടെ ഇതിപ്പോൾ നട്ടണ്ടേ, ഇതെടുത്തിട്ട് ഇങ്ങനെ അടിച്ചാൽ പോരെ. ഇനി നോക്കട്ടെ. ഇനി ഇതിൽ നമുക്ക് ഷൂസ് കിട്ടിയിട്ടില്ല, ഹെൽമെറ്റ് കിട്ടി അല്ലേ, ഷൂസ് കിട്ടിയിട്ടില്ല. ഇനിയൊരു ഇതും കൂടി വേണം, ചെസ്റ്റ് പ്ലേറ്റിന് ഇപ്പം എന്ത് ചെയ്യും? ചെസ്റ്റ് പ്ലേറ്റിനൊന്നുമില്ല, നമുക്ക് എന്തായാലും പിക്കാക്സ് ഉണ്ടാക്കി കൊണ്ടുപോവാം. ഒരു പിക്കാക്സ് ആണല്ലോ. പിക്കാക്സ് ഉണ്ടാക്കണം, മരം വേണം. മരം നമ്മൾ കരുതിയ പോലെ അല്ല കേട്ടോ, ഇതുമ്മ കളിച്ചാനും നല്ല ഗതികേടാണ്. മറ്റേ കീബോർഡ് ഓൺലൈനെ ഒന്നും കൂടി നല്ലത്. ഈ ഒരു മൗസ് വെച്ച് കളിച്ചണമെന്ന് ഇത് നീങ്ങണില്ല. ചില സമയത്ത് നമ്മളെ സ്ക്രീനൊന്നും നീങ്ങണില്ല. അത് നല്ലൊരു ചൊറ, നല്ലൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഇതിൽ ഭയങ്കര എളുപ്പം. നമ്മൾ പിടിച്ച ഷിഫ്റ്റ് അടിച്ച ഒരു ക്ലിക്ക് കൊടുക്കുക. അപ്പം അതേ ഒരു പിക്കാക്സും കുറച്ച് ബിൽഡിംഗ് ബ്ലോക്കൊക്കെ റെഡി. നമുക്ക് നെതർ പോയേക്കാം. വൈകാതെ തന്നെ അടുത്ത എൻഡർ ഡ്രാഗനെ കില്ല് ചെയ്യാൻ പറ്റണം. ഒരു കാര്യം ചെയ്ത്, ഇതിവിടെ ഈ ലാവ വേണ്ട, ഇതിവിടെ നിന്ന് ഇങ്ങനെ മൂടി വെക്കണതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ ചുറ്റോളം കുറച്ച് ബ്ലോക്ക് വെക്കണം. ഇത് താഴെ പോവാതെക്കാൻ വേണ്ടിയിട്ടാണ്. മതി. നെതർ ലോഡിങ് വെയിറ്റിംഗ്. ഞാനും വെയിറ്റിംഗ് ആണ്, ലോഡിങ് ആവാൻ അവരും. ചത്തോ? എന്തായാലും നെതർ കുഴപ്പമില്ല, നല്ല അടിപൊളി സ്ഥലം തന്നെ കിട്ടിയത്. ഇതിൻ്റെ റണ്ണറൊക്കെ എന്താ കിടക്കണം നോക്കട്ടെ. പരമാവധി നമുക്ക് ഈ വേർഷന് ഈ ഒരു എപ്പിസോഡ് ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആക്കിയിട്ട് സീരീസ് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ലെസ് പ്ലേ സീരീസ് തുടങ്ങാം. അത് ഈ വേർഷനിൽ പറ്റും തോന്നില്ല, അത് ഒരു ചെറിയ ലാഗ് ഉണ്ട്. 1.18 നോക്കാം. ഇത് 19 ആണ്, 17 പിടിക്കാം. ഇത് അത്യാവശ്യത്തിന് ലാഗ് ഉണ്ട്. മറ്റേത് എന്തായിരിക്കും മട്ടെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ചാർജ് കുഴപ്പമില്ല. ചാർജ് അത്യാവശ്യം 13 ഞാൻ 87% ഉണ്ടായിരുന്നു. കീബോർഡ് മൗസും അങ്ങനെ ചാർജ് തിന്നണമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു നല്ലോണം തിന്നുന്നു. എന്തായാലും നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് അല്ല, എന്തിനാ ഞാൻ റണ്ണറിൻ്റെ സെറ്റിങ്സിൽ വരുമ്പോൾ മാക്സിമം, പിന്നെ എല്ലാം ലാഗ് അടിച്ചത് തന്നെ. ഞാനെന്താ ഈ ലാഗ് എടാ മഴ പെയ്യുന്നുണ്ട് ഇവിടെ, ചൊറയാവോ? സ്വിച്ച് പണ്ടത്തെ പോലെയാണ് വിചാരിച്ച് ഞാൻ ഇപ്പോൾ മറ്റേ എന്താ പറയാ, എന്തായാലും ഇവനെ തീർക്കുക, അത് വേറെ കാര്യം. ജസ്റ്റ് മിസ്. ഇപ്പം പോയിന്ന് താഴെ. ഒരു കാര്യം ചെയ്യാം, ബ്ലോക്ക് എടുത്ത് ഇവിടെ
ഈ നെതർ ചെറിയ ലാഗ് ഉണ്ട്, പക്ഷേ മറ്റേ ബ്ലേസ് റോഡൊക്കെ ഒപ്പിക്കണം. സ്വിച്ച് മാറി എൻ്റെ പിക്കാക്സ്. ഗ്ലിച്ച് അടിച്ചു, ഗ്ലിച്ച് ബഗ്ഗായി. ഞാൻ ഗെയിം എന്തായാലും ബഗ്ഗായിക്കണ്. നെതർ കണ്ടോ, നെതർ ഇതാക്കണില്ല. ഞാൻ മണ്ടത്തരം കാട്ടി. ആ ചങ്ങായിനെ ടച്ച് കഴിഞ്ഞാൽ എൻ്റെ തുണക്കാർ ഫുള്ള് വരും. പരമാവധി നാട്ടിൽ പോട്ടെ. റൈറ്റ്. ഓ മൈ ഗോഡ്, വരല്ലേ. പോ എടാ ഓടറാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അത് പോണില്ല. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ നിങ്ങളോട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഇനി പറയണില്ല. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. കോൾ വന്നു വീഡിയോൻ്റെ ഇടയിൽ. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്പർ നിങ്ങൾക്ക് കിട്ടൂലേ, നിങ്ങളെ എന്നെ വിളിച്ച് തൊയിലും കിട്ടും. അപ്പോൾ എന്തായാലും ടാറ്റ ബൈ. എന്തായാലും അടുത്തൊരു വീഡിയോ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. ബൈ. ഞാൻ ചത്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജമ്പ് നല്ലത് മറ്റേ ഓക്കെ.